പ്രിയ പ്രേക്ഷകർക്കും ജോസ് കുബർ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു മോഷണമോ ഒരു കൊലപാതകമോ ഒക്കെ നടക്കുകയാണെങ്കിൽ പോലീസുകാർ അവിടെ ചെന്നു, ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്സുകളൊക്കെ അവിടെ ചെന്നെന്ന് പറയുന്നു. അവിടെ നിന്ന് അതിൻ്റെ വിരലടയാളങ്ങൾ എടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് എടുത്തുകൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്കെല്ലാം വീട്ടിൽ ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ. ഇതിനൊരു കിറ്റുണ്ട്. കിറ്റിൻ്റെ അകത്ത് ആദ്യമായി 2 ഗ്ലൗസുകൾ കാണും, ഒരു പ്രത്യേകതരം ബ്രഷുകൾ, സാധാ ബ്രഷ് തന്നെയാണെങ്കിലും മതി, ഒരു കാർബൺ പൗഡർ, അതല്ലെങ്കിൽ നമ്മുടെ ബേബി പൗഡർ ആണെങ്കിലും മതി, ഒരു സെല്ലാ ടേപ്പ്, ഒരു പേപ്പർ, ഇത്രയും സാധനങ്ങൾ മതി. ഒരു ഗ്ലാസ്സിലാണെന്ന് വെച്ചോ, ഒരാളുടെ അടയാളം പതിഞ്ഞിരിക്കുന്നതെന്ന് വെക്കുക, ആ ഗ്ലാസിൻ്റെ 2 അറ്റത്ത് നമ്മൾ പിടിക്കുക. എന്നിട്ട് ഈ പൗഡർ ഈ ബ്രഷിലെടുത്ത് അതിനെ ഇങ്ങനെ തളിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഡസ്റ്റ് ചെയ്യുക പൗഡർ. അത് കഴിഞ്ഞൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിൻ്റ് ആ പാത്രത്തിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തെളിഞ്ഞ് കാണും. അതിന് നമ്മുടെ കൂടെയുള്ള ആ സെല്ലാ ടേപ്പ് എടുക്കുക, അല്ലെങ്കിൽ സെല്ലഫൻ ടേപ്പ് എടുക്കുക, അതിൻ്റെ എയർ ബബിൾ ഇല്ലാത്ത രീതിയിൽ അതിനെ ഒട്ടിക്കുക. ഒട്ടിച്ച് ചെയ്ത് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിംഗർ പ്രിൻ്റ് ആ സെല്ലാ ടേപ്പിൽ കാണാം. അത് വേണമെങ്കിൽ ആ പേപ്പറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് വെക്കുക. ഈ കമ്പ്യൂട്ടറിൽ ഈ ലോകത്ത് പല ഏജൻസികളുമുണ്ട്. നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെയുണ്ട്, ഒരു ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ തന്നെയുണ്ട്. അവിടെ കുറേ കള്ളന്മാരും അല്ലാത്തവരുടെയുമായ എല്ലാ ഫിംഗർ പ്രിൻറ്റും ഇതിനകത്തുണ്ട്. ആ ഡേറ്റയിലേക്ക് ഈ ഫിംഗർ പ്രിൻ്റ് എത്തിച്ചിട്ട് അത് കമ്പ്യൂട്ടർ തന്നെ മാച്ച് ചെയ്ത് നോക്കും ഇത് ആരുടെയാണ് എന്ന്. അങ്ങനെയാണ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. അതായത് ഏറ്റവും ഭാരം കൂടിയ മനുഷ്യൻ്റെ പേരെന്താ? ഏറ്റവും ഭാരം കൂടിയ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ലോക റെക്കോർഡിൻ്റെ ഉടമസ്ഥൻ എന്നായിരിക്കും. പക്ഷേ ആ ആൾക്ക് 2 റെക്കോർഡാണ്, ലോക റെക്കോർഡാണ് ഉള്ളത്. ഒരേ മനുഷ്യന് 2 ലോക റെക്കോർഡാണ്. അത് മെക്സിക്കോക്കാരനാണ്. ഇപ്പോൾ ഏകദേശം 43-44 വയസ്സാകുന്ന മാനുവൽ യുറീബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഭയങ്കര തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 597 കിലോയാണ് അയാളുടെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു 4 കൊല്ലമായിട്ട് സ്ഥിരമായി ബെഡിൽ തന്നെയാണ്, എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷനും അദ്ദേഹത്തിൻ്റെ ഡയറ്റീഷ്യൻ്റെ ഒക്കെ ഒരു സംയുക്ത എഫേർട്ട് കൊണ്ട് 597 കിലോയുള്ള ആ വ്യക്തിക്ക് 2012 ഫെബ്രുവരിയിലുള്ള കണക്ക് പ്രകാരം 200 കിലോ ആക്കി. എന്ന് പറഞ്ഞാൽ ഏകദേശം 400 കിലോയ്ക്ക് അടുത്ത് കുറച്ചിട്ട് അദ്ദേഹം മെക്സിക്കൻ ടെലിവിഷനിൽ വീണ്ടും അപ്പയർ ചെയ്തു, ഇത്രയും വെയിറ്റ് കുറച്ചുകൊണ്ട്. ഇപ്പം ബർത്ത്ഡേക്ക് അദ്ദേഹം പുറത്തിറങ്ങാറുള്ളത്. ഇപ്പോഴും കാലിനൊക്കെ നീരുണ്ട്. പക്ഷേ 2 റെക്കോർഡ്, ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള ആളും ഏറ്റവും കുറയ്ക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മാനുവൽ യുറീബ്. സെക്സ് എന്നുള്ളത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഉള്ള ഒന്നാണ്. അതിനെക്കുറിച്ച് പക്ഷേ വളരെ കാലത്തോളം പലരുടെ സംശയങ്ങൾ സംസാരിക്കാനോ ചോദിക്കാനോ ഡോക്ടറോട് സംസാരിക്കാനോ ഒക്കെ മടിക്കുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏകദേശം 1960ഓടെ അമേരിക്കയിൽ ഈ മേഖലയിൽ വലിയ ഒരു പഠനം നടത്തിയ ഒരു സെക്സോളജിസ്റ്റ് ഉണ്ട്, മാസ്റ്റർ ആൻഡ് ജോൺസൺ. അതിൻ്റെ വരവോടെ ഈ സെക്സ് ലൈഫിനെക്കുറിച്ച് വലിയ മാറ്റങ്ങളാണ് ഈ ലോകത്തുണ്ടായത്. സെക്സിൻ്റെ കൺസെപ്റ്റേ അന്ന് മാറുകയാണ് ഉണ്ടായത്. ഈ ലോകത്തെ 2 ജീവികളുണ്ട് സെക്സ് ഒരു പ്ലഷറിന് വേണ്ടി ചെയ്യുന്നത്. ഒന്ന് മനുഷ്യന്,
മറ്റൊന്ന് ഡോൾഫിൻ. സെക്സിൻ്റെ താല്പര്യത്തിൽ ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഫ്രാൻസുകാരാണ്. അവർ ഒരു വർഷത്തിൽ ഏകദേശം 170 ദിവസത്തോളം സെക്സിൽ എൻഗേജ്ഡ് ആയിരിക്കും. എന്നാൽ ജപ്പാനീസ് അവർ കമ്പ്യൂട്ടറും ബിസിനസ്സിലും ഒക്കെ വലിയ താല്പര്യക്കാരാണ്. അവർ 36 ദിവസങ്ങളാണ് ഒരു വർഷത്തിൽ സെക്സ് നടക്കുന്ന ദിവസങ്ങൾ. അതേപോലെ അതൊരു നല്ലൊരു എക്സസൈസാണ്. ഒരു മിനിറ്റ് ഒരു സെക്സ് നടത്തുകയാണെങ്കിൽ ഏകദേശം 5 കാലറി വരെ ചിലവാകും. അപ്പം ഡിപ്പെൻസ് എത്ര സമയമാണ് എന്നുള്ളതനുസരിച്ച് ആ കാലറി ഒരു എക്സ്പെൻഡിച്ചർ നടത്തുന്ന പോലെ ഒരു എക്സസൈസായിട്ട് കണക്കാക്കാം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ലോകത്തെ ഡെഡ്ലി ആനിമൽസിനെ കുറിച്ചാണ്. ഡെഡ്ലി ആനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സിംഹം, പുലി, കടുവ, കോബ്ര അല്ലെങ്കിൽ ഹിപ്പപ്പൊട്ടാമസ്, ആന ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നുമല്ല. മറ്റ് ചില നമ്മൾ അറിയാൻ മേലാത്ത പല ജീവികളെയുണ്ട്. ആദ്യമായിട്ടൊരു പാമ്പിനെ കുറിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ കാണുന്ന ബ്ലാക്ക് മാമ്പ എന്ന് പറഞ്ഞ വലിയൊരു പാമ്പുണ്ട്. ചില പാമ്പുകളുടെയൊക്കെ നീളം ഒരു 15 മീറ്ററൊക്കെ ഉണ്ട്. ഏകദേശം ഒരു വലിയൊരു മരത്തിൻ്റെ നീളമൊക്കെ ഉണ്ടാകും. ബ്ലാക്ക് മാമ്പ എന്ന് പറയുന്നത് അതിൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ ഇങ്ക് ബ്ലാക്ക് ആയിരിക്കും അതിൻ്റെ കളറ്. ഹൈലി ഡേഞ്ചറസ് ആണ്. ആൾ കടി കൊണ്ടാൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യത ആൻറ്റിഡോട്ട് ഉടനെ കയ്യിലില്ലെങ്കിൽ നടക്കത്തില്ല. ഈ ബ്ലാക്ക് മാമ്പയെക്കുറിച്ച് ഒത്തിരി പഴയ മിത്തുകളൊക്കെ ആഫ്രിക്കയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കാണും വളരെ സുന്ദരമായ ഒരു ജീവിയാണ് പോളാർ ബിയർ. പോളാർ ബിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികളിലൊന്നാണ് പോളാർ ബിയർ. അതിന് ഏകദേശം ഒരു തൂക്കം ഒരു 1500 പൗണ്ടോളം വരും. അതൊന്ന് ഒരു അടി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തല പോലും തെറിച്ചു മാത്രം. പക്ഷേ ഭാഗ്യത്തിന് ഇത് ആർട്ടിക് ഏരിയയിൽ അന്റാർട്ടിക്കയിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ തിന്നുന്നത് തന്നെ ഈ എലിഫൻറ്റ് സീലിനെയൊക്കെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെയ്യുന്നത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഉയർന്ന പദവിയിലാണ്. ഈ ലോകത്ത് 4 രാജ്യക്കാർ മാത്രമേ ചൊവ്വയിലേക്കൊരു മിഷനായിട്ട് പോയ ഒരു സ്പേസ് ക്രാഫ്റ്റ് പോയിട്ടുള്ളൂ. അതിലൊന്ന് ഇന്ത്യയുടെയാണ്. കഴിഞ്ഞ നവംബർ 5-ാം തീയതി മംഗൾയാൻ എന്ന പേരിലൊക്കെ ഇന്ത്യ ഒരു മാർസ് ഓർബിറ്റൽ മിഷൻ എന്ന പേരിൽ ഒന്ന് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഏകദേശം 300 ദിവസം എടുക്കും ഇത് ചൊവ്വയിലേക്ക് എത്താനായിട്ട്. ഏകദേശം അതിൻ്റെ ഡിസ്റ്റൻസ് 750 മില്യൺ കിലോമീറ്റർ അകലെയാണ്. ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ആസ്ട്രോനോട്ട്സ് എന്താണ്, ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. സ്പേസിലെ പല മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന്. ഒന്ന്, നമ്മുടെ മസിലെല്ലാം അട്രോഫി ചെയ്ത് പോകും. കാരണം ഈ മസിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന നമ്മളെ ഗ്രാവിറ്റിക്കെതിരെ നമ്മൾ നടക്കുമ്പോൾ അതിന് മസിലിൻ്റെ പവർ ആവശ്യമാണ്. പക്ഷേ സ്പേസിൽ സീറോ ഗ്രാവിറ്റി ആയത് കാരണം മസിൽ പെട്ടെന്ന് അട്രോഫിഡായിപ്പോകും. അതുകൊണ്ട് ഇവർക്കെല്ലാം ഒരു പ്രത്യേകതരം ട്രെഡ്മില്ലുണ്ട്. എല്ലാ ദിവസവും മിനിമം 4 മണിക്കൂർ ട്രെഡ്മില്ലിൽ ഇവർ ഓടണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം അട്രോഫി ചെയ്ത്. ചുറ്റും പലപ്പോഴും നമ്മൾ ഇടത് കൈ വശമുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കാണാറുണ്ട്. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെയൊക്കെ പ്രോബ്ലംസിനെ കുറിച്ച്? ഈ ലോകത്തെ ഏകദേശം 12% ആൾക്കാർ ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ഈ 12% എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 30,000 കൊല്ലത്തോളമായി ഈ 12% നിലനിന്ന് പോകുന്നു. ദൈവം ഇത് എന്തിനാണ് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരമ്മമാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യവുമല്ല ഇത്. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്നുള്ളതിന് സയൻറ്റിഫിക് വേൾഡ് പല പഠനങ്ങളും നടത്തി. ഒരു കാര്യം ഷുവറാണ്, ഇത് പാരമ്പര്യം വലിയൊരു ഫാക്ടേഴ്സാണ്. ഉദാഹരണത്തിന് നമ്മൾക്കറിയാം, ഇന്ത്യൻ ഫിലിം ഫീൽഡിലെ അതികായകനായ അമിതാഭ് ബച്ചൻ്റെ മകൻ അഭിഷേക് ബച്ചൻ, 2 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അതല്ലെങ്കിൽ ബ്രിട്ടീഷ് റോയൽ ഫാമിലി നോക്കുക, എലിസബത്ത് രാജ്ഞിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മദറുണ്ട്, വില്യം രാജകുമാരനുണ്ട്, അല്ലെങ്കിൽ ചാൾസ് രാജകുമാരനുണ്ട്. ഇവരെല്ലാവരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. നിങ്ങൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കുക.
പല വ്യത്യസ്തതരമായ പലതരത്തിൽ ചിന്തിപ്പിക്കുന്നതുമായ പല ജീവികളെയും ദൈവം നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. ചിലത് പല രസകരമായ ജീവികളുണ്ട്. ഉദാഹരണത്തിന് 1-2 എണ്ണം നമുക്ക് നോക്കാം. ജീസസ് ലിസാർഡ് എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അത് തെക്കേ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ കാണുന്നൊരു ജീവിയാണ്. സാധാരണ ജീവികൾക്കൊന്നും വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഈ ലിസാർഡിൽ ചെറിയൊരു ജീവിയാണ്, പക്ഷേ അതിനൊരു പ്രത്യേക തരത്തിൽ വെള്ളത്തിൻ്റെ മുകളിൽ പ്രത്യേക തരത്തിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് അതിന് നടക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. സൈഡിലോട്ടും മുൻപോട്ടും പുറകോട്ടും എല്ലാം നടക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. മറ്റൊരു രസകരമായ ഒരു ജീവിയുണ്ട്. നമ്മൾ ബോർണിയോ ഐലൻഡ്സ്, ഇന്തോനേഷ്യയിലുള്ള ബോർണിയോ ഐലൻഡ്സിലാണ്. അതിനെ പറയുന്നത് ഡച്ച്മാൻ, ഒരു മങ്കിയാണ്. ഡച്ച്മാൻ മങ്കികളാണ്. അതിൻ്റെ മൂക്കുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് നീണ്ടിരിക്കും, അതിൻ്റെ വയറിങ്ങനെ ചാടിയിരിക്കും. അത് പണ്ട് ഇത് ഡച്ച് കോളനിയായിരുന്നു. അപ്പം ഡച്ചുകാർക്കൊക്കെ ഇങ്ങനെ ഡച്ചുകാരുടെയൊക്കെ മൂക്കൊക്കെ നീണ്ടതാണ്, അവരുടെ വയറൊക്കെ ചാടിയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പേര് ഡച്ച്മാൻ എന്ന് പറയുന്നത്. നല്ല ഒരു രസകരമായൊരു ജീവിയാണ് കണ്ടാൽ. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും സുന്ദരമായ ഒരു രാജ്യം ഒന്ന് കാണാൻ പോവുക എന്നുള്ളത്. ദുബായിയെക്കുറിച്ച് പറയുമ്പം വളരെ വലിയ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്, വളരെ സൗന്ദര്യമായ ഒരു രാജ്യമാണ്. വളരെയേറെ സ്പോർട്സ് എക്സ്പെഡീഷൻസൊക്കെ നടത്താം, അഡ്വഞ്ചറസ് സ്പോർട്സുകൾ, വളരെയേറെ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ദുബായിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്ത് വേൾഡ് റെക്കോർഡ് ഏറ്റവും കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരു രാജ്യമാണ് ദുബായ്. ഏകദേശം 141 ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ള ഒരു രാജ്യമാണ് ദുബായ്. ആകെ 40,000 വേൾഡ് റെക്കോർഡുകളാണ് ഇന്ന് ലോകത്തുള്ളത്. അതിൽ 141 ദുബായ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡുകാർ ഒരു ഓഫീസ് ദുബായിൽ അടുത്തിടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്, മാൻമേൽ ബിൽഡിങ് എന്ന് ദുബായ്ക്കാണ് അതിൻ്റെ അവകാശം. ബുർജ് ഖലീഫ, അതും ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നാണ്. 160 നിലകളുള്ള ഈ ബിൽഡിങ്ങാണ്. ഇതിനകത്ത് ഏകദേശം 508 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഏറ്റവും മുകളിലോ ഏറ്റവും ഹയസ്റ്റ് സ്വിമ്മിംഗ് പൂൾ എപ്പോഴും ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലാണ്. ലോകത്തെ തന്നെ ഏറ്റവും ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇങ്ങനെയെല്ലാം ആ ഒരു സിംഗിൾ പാനലിൽ തന്നെ നിൽക്കുന്ന ഇത്രയും വലിയൊരു ബിൽഡിങ് ലോകത്തില്ല. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത്? അത് ദുബായിലാണ്. ഏകദേശം 5 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള 429 പേജ് ഉള്ള ഒരു 1500 കിലോഗ്രാം വെയിറ്റും ഉണ്ട് ഈ ബുക്കിന്. ആ ബുക്കിൻ്റെ പേര് ദിസ് ഈസ് ദ പ്രോഫറ്റ് മുഹമ്മദ്. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ലൈഫിലുള്ള അച്ചീവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ ബുക്ക്. 50 പേരാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്ന ഈ വലിയ ബുക്ക് ഈ അടുത്ത കാലത്താണ് ഗിന്നീസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ എത്തിയത്. വളരെയേറെ പാരമ്പര്യമുള്ള പുരാതന ചരിത്രങ്ങളുള്ള 3 ഫ്രൂട്ട്സുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഡേറ്റ്സ് അല്ലെങ്കിൽ ഈത്തപ്പഴം, അത്തിപ്പഴം, ഒലിവ്. അതിൽ ഡേറ്റ്സിനെ കുറിച്ചൊന്ന് ആദ്യമായി നോക്കാം. ഒരു സമീകൃത ആഹാരം എന്ന് വേണേൽ ഇതിനെക്കുറിച്ച് പറയാം. വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഫ്രൂട്ടാണ് ഡേറ്റ്സ്. നമ്മൾക്കറിയാം, ഒരു വലിയൊരു ജനവിഭാഗം വെയിൽ മാത്രമുള്ള അറേബ്യയിലെ മരുഭൂമിയിൽ അതികഠിനമായ ചൂടിൽ അവരുടെ ജീവിതം മുഴുവൻ ഈ ഒരു ഡേറ്റ്സും കുറച്ച് പാലും കൊണ്ട് മാത്രം വർഷങ്ങളോളം കഴിഞ്ഞ ആൾക്കാരാണ്. സൗദി അറേബ്യയുടെ ഫ്ലാഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. ആ ഫ്ലാഗിൽ ഈത്തപ്പഴത്തിൻ്റെ അടയാളത്തുണ്ട്, ഫ്ലാഗിലുണ്ട്. ബൈബിളിൽ വളരെയേറെ പരാമർശിച്ചിട്ടുണ്ട്, ഖുറാനിൽ വളരെയേറെ പരാമർശിച്ചിട്ടുള്ള ഒന്നാണ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തെ പോലെ തന്നെ ചരിത്രത്തിൽ വളരെയേറെ സ്ഥാനമുള്ള ഒന്നാണ് ഒലിവ്.
ഒലിവിനെക്കുറിച്ചും അത്തിപ്പഴത്തെക്കുറിച്ചും എല്ലാം പല വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചരിത്രത്തിൽ കാണപ്പെടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒലിവാണ്. മറ്റൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. അത്തിപ്പഴം എന്ന പേരിൽ തന്നെ ഒരു ചാപ്റ്റർ തന്നെ ഖുറാനിലൊക്കെ ഉണ്ട്. അത്തിപ്പഴം അതേപോലെ തന്നെ പുരാതന ചരിത്രം ഉള്ള ഒന്നാണ് അത്തിപ്പഴം. അത്തിപ്പഴത്തെക്കുറിച്ചും ഒലിവിനെക്കുറിച്ചൊക്കെ ഈ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട ഫ്രൂട്ടുകളുടെ ഒക്കെ ഗണത്തിലൊക്കെയാണ് കഥകളിലൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. ഈ അത്തിപ്പഴത്തിനകത്ത് ഒരു 60% ഷുഗറാണ്. ഇതിനും ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഉണ്ട്. അത്ലറ്റ്സിനൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഈ ഓടിയോ ചാടിയൊക്കെ കഴിയുമ്പോൾ അന്ന് പണ്ട് കാലം മുതലേ കൊടുക്കുന്ന ഒന്നാണ് ഈ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയുന്നത്. അത്തിപ്പഴം വെയ്റ്റ് ലോസിന് വേണ്ടി കൊടുക്കാറുള്ള ഒന്നാണ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുള്ള പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനം ഇതിനുണ്ട്. കോളോറക്ടൽ ക്യാൻസർ, വയറിലുണ്ടാകുന്ന ക്യാൻസറിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒന്നാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൽ വളരെയേറെ അത്ഭുതങ്ങളും അതിശയങ്ങളുമുണ്ട്. അതിൽ ഒരതിശയമാണ് മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അളവുകളിലും അതിൻ്റെ നിർമ്മാണത്തിലുമുള്ള സൂക്ഷ്മത. അതിമനോഹരമായ ആർക്കിടെക്ചർ സ്കില്ലും മാത്തമാറ്റിക്കൽ സ്കില്ലും മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിൽ നമുക്ക് കാണാം. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ മുട്ട് മുതൽ റിസ്റ്റ് വരെയുള്ള നീളം എൻ്റെ പാദത്തിൻ്റെ നീളവും ഒരുപോലെയാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള നീളം 24 സെൻറ്റിമീറ്ററാണ്. എൻ്റെ പാദത്തിൻ്റെ നീളവും 24 സെൻറ്റിമീറ്ററാണ്. ഇതേപോലെ തന്നെ വളരെയേറെ ആളുകളിൽ അവരുടെ മൂക്കിൻ്റെ നീളവും അവരുടെ തള്ളവിരലിൻ്റെ നീളവും ഏകദേശം ഒരുപോലെയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക റേഷ്യോയിലാണ്. ആ റേഷ്യോയാണ് ഗോൾഡൻ റേഷ്യോ, അതായത് 1.61 എന്നുള്ള ഗോൾഡൻ റേഷ്യോയിലാണ്. ഈ റേഷ്യോ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ കാണാം, പുറമേ കാണാം, പ്രകൃതിയിൽ പലതിലും കാണാം. അതേപോലെ മനുഷ്യൻ നിർമ്മിക്കുന്ന പല വസ്തുക്കളിലും ഈ റേഷ്യോ കാണാൻ സാധിക്കും. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ഫിബൊനാച്ചി എന്ന ആളാണ് ഈ റേഷ്യോയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഫിബൊനാച്ചി നമ്പർ എന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എന്താണ് ഈ ഫിബൊനാച്ചി നമ്പർ എന്ന് നോക്കാം. 1, 1, 2, 3, 5, 8, 13, 21, 34 ഇങ്ങനെ പോകുന്ന ഫിബൊനാച്ചി നമ്പർ. എന്താണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത? ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് മുമ്പുള്ള 2 അക്കങ്ങൾ കൂട്ടുന്നതായിരിക്കും ആ നമ്പർ. അതേപോലെ അടുത്തടുത്ത ഫിബൊനാച്ചി നമ്പർ ഹരിച്ചാൽ കിട്ടുന്നതും 1.61 ആണ്. ഇത് മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്ന് നോക്കാം ഓരോ ഉദാഹരണങ്ങൾ. മനുഷ്യൻ്റെ പാദം മുതൽ പൊക്കിൾക്കുഴി വരെയുള്ള നീളം ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ ഹൈറ്റ് 1.61 ആയിരിക്കും. അതേപോലെ പൊക്കിൾ മുതൽ തലയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റും ഷോൾഡർ മുതൽ തലയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റും 1.61 ആണ്. മനുഷ്യൻ്റെ കൈ ഒന്ന് നോക്കാം. ഫിംഗർ മുതൽ എൽബോ വരെയുള്ള ഡിസ്റ്റൻസും എൽബോ മുതൽ റിസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസും 1.61 ആണ്. മനുഷ്യൻ്റെ മിഡിൽ ഫിംഗറും ലിറ്റിൽ ഫിംഗറും തമ്മിലുള്ള റേഷ്യോ 1.61 ആണ്. മനുഷ്യൻ്റെ മുഖം ഒന്ന് നോക്കാം. മുഖത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 1.61 ആണ്. മനുഷ്യൻ്റെ വായൊന്ന് നോക്കാം. വായുടെ നീളവും മൂക്കിൻ്റെ വീതിയും തമ്മിലുള്ള റേഷ്യോയും അത് തന്നെ. മനുഷ്യൻ്റെ കണ്ണ് 2 പ്യൂപ്പിൾ തമ്മിലുള്ള ഡിസ്റ്റൻസും 2 ഐബ്രോയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസും 1.61 റേഷ്യോയിലാണ്. മനുഷ്യൻ്റെ മുമ്പിലുള്ള പല്ലുകൾ 2 പല്ലുകൾ തമ്മിലുള്ള വീതിയും ഒരു പല്ലിൻ്റെ ഹൈറ്റും തമ്മിൽ എടുത്താലും
ആ റേഷ്യോ 1.61 ആണ്. ഇതൊക്കെ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതേപോലെ അനേകം എക്സാമ്പിൾ മനുഷ്യ ശരീരത്തിൻ്റെ പുറമേ ഉണ്ട്. ഈ ആഴ്ച ബെറ്റർ ലൈഫിൽ പ്രേക്ഷകർക്കായുള്ള ചോദ്യം ഇതാണ്: HbA1c എന്ന പരിശോധന ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: HbA1c എന്ന പരിശോധന ഏത് രോഗനിർണയത്തിനാണ്? ഓപ്ഷൻ എ ഡയബറ്റിസ്, ഓപ്ഷൻ ബി ഹൈപ്പർ ടെൻഷൻ, ഓപ്ഷൻ സി കൊളസ്ട്രോൾ. നിങ്ങളുടെ ഉത്തരം ഉടൻ തന്നെ SMS ചെയ്യുക. SMS ചെയ്യേണ്ട നമ്പർ 9544466682. കഴിഞ്ഞ ആഴ്ച ബെറ്റർ ലൈഫിൽ പ്രേക്ഷകർക്കായുള്ള ചോദ്യം ഇതായിരുന്നു: ഫലപ്രദമായ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ലാത്തത് ഏത് രോഗത്തിനാണ്? ശരിയുത്തരം ഓപ്ഷൻ എ എയ്ഡ്സ്. ശരിയുത്തരം അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം 10,000-ഓളം രൂപ ചെലവ് വരുന്ന ആൻജിയോഗ്രാം പരിശോധന സൗജന്യമായി ചെയ്യുവാൻ ബെറ്റർ ലൈഫ് അവസരമൊരുക്കുന്നു. അർഹതപ്പെട്ട രോഗികൾ ബെറ്റർ ലൈഫുമായി ബന്ധപ്പെടുക. ബെറ്റർ ലൈഫിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ പോലെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ദിസ് മീ സഹന സൈനിങ്.